കരുവന്നൂർ കേസിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ ഇഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് ചെളിക്കുളമായി മാറി. കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ അധികൃതർ. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പെരിങ്ങാവ് വില്ലേജ് ഓഫീസ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ഓഫീസ് അടച്ചിടേണ്ട അവസ്ഥ. ഗുരുവായൂരിലെ ഫാം ഫെഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. തട്ടിപ്പിനിരയായത് ഗുരുവായൂർ, ചാവക്കാട്, വാടാനപ്പള്ളി മേഖലകളിൽ നിന്നുള്ള 300ഓളം പേർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകത മുൻ MLA അനിൽ അക്കര ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ നഗരത്തിലെ സ്കൂളുകൾക്ക് സമീപത്തെ റോഡുകൾ ശോചനീയാവസ്ഥയിൽ. പൈപ്പ് ലൈനു വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണി എങ്ങും എത്തിയില്ല. ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 34 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മിന്നൽ ചുഴലി. ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറക്കാത്തതിനാൽ പ്രദേശവാസികൾ ആശങ്കയിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കരുവന്നൂർ കേസിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ ഇഡിയുടെ കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. LDFന്റെ ഭരണ തുടർച്ചയെ ഭയപ്പെടുന്നവർ നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നും വിജയരാഘവൻ പറഞ്ഞു. പാർട്ടിയെയും നേതാക്കളെയും കരുവന്നൂർ കേസിൽ പ്രതി ചേർത്ത ഇഡിക്കെതിരെ CPM തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ഇഡി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ഇഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. BJP ഇതര സർക്കാരുകളെയും രാഷ്ട്രീയ പ്രതിയോഗികളെയും ഇഡിയെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ലോകം കണ്ട പ്രാകൃത നിയമങ്ങളിലൊന്നാണ് മോദി ഇഡിയെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് പ്രതിപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. ഈ കള്ളക്കേസുകളിൽ ഭയപ്പെടുന്ന പാർട്ടിയല്ല CPM എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളം കൂട്ടാതെ വിഴുങ്ങാനുള്ള കളവുകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതി പോകരുത്. സുപ്രീം കോടതി വരെ വിമർശിച്ച ഇഡിയുടെ വിശ്വാസ്യതയും സത്യസന്ധതയും നഷ്ടമായി. ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ഏജൻസിയായും ഇഡി മാറിയെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളമെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. എത്ര തവണയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഇഡിക്കെതിരായ പരാമർശങ്ങൾ വന്നത്? ഇഡി ആളുകളെ ഭീഷണിപ്പെടുത്തി കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്ന ഒരു ഏജൻസിയാണ് എന്ന് കയ്യോടെ തെളിയിക്കപ്പെട്ടില്ലേ? അത് തെളിയിക്കപ്പെട്ടത് ഈ കേരള സംസ്ഥാനത്തിലാണ്. ഇവിടെ നിന്നാണ് അത് തെളിയിക്കപ്പെട്ടത്. ഇതാ ഇങ്ങനെയാണ് ഈ സ്ഥാപനം പോകുന്നത്. ജനത്തിന്റെ മുന്നിൽ ഈ ഇഡിയെ സംബന്ധിച്ചുള്ള വസ്തുത പുറത്തു വന്നു. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന CPM ഓലപ്പാമ്പ് കണ്ടാൽ പേടിക്കില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. CPMനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്ന ഇഡിക്ക് BJPയുടെ കൊടകര കുഴൽപ്പണക്കേസും കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസും ഒന്നുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതികൾ BJP ആണെങ്കിൽ അവർക്കത് കള്ളനോട്ടുമല്ല, കുഴൽപ്പണവുമല്ല. കൊടകരയിലെ കുഴൽപ്പണത്തെ കുറിച്ചുള്ള അന്തിമ കുറ്റപത്രത്തിൽ ഇഡി എന്താ പറഞ്ഞത്? ഇഡി പറഞ്ഞു അത് കുഴൽപ്പണമല്ല, കള്ളപ്പണമല്ല, മറിച്ച് അത് വസ്തു ഇടപാടിനുള്ള പണമാണ് എന്നാണ് പറഞ്ഞത്. ഈ നിമിഷം വരെ കള്ളനോട്ട് കേസ് അന്വേഷിക്കാൻ തയ്യാറാവാത്ത ഏജൻസിയാണ് ഇഡി. പോലീസ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു, പക്ഷെ എന്നിട്ടും അന്വേഷിക്കുന്നില്ല. അവരാണ് ഈ കേസിലെ 1-ാം പ്രതിയെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് അയാളുടെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതികളാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ CPM സംസ്ഥാന സമിതി അംഗം MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം MK കണ്ണൻ, MLAമാരായ KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. TCV തൃശൂർ. CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. BJP തൃശൂർ ജില്ലാ സിറ്റി ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. കള്ളപ്പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ AKG സെന്ററിന്റെ പേര് മാറ്റി പിണറായി സെന്റർ എന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. BJP തൃശൂർ
സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം പ്രിന്റു മഹാദേവ്, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രഭാരി MP ഗോപകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അജി ഘോഷ്, അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ടീമാണ് ഈ 128 കോടിയിൽ പരം വരുന്ന തുക അടിച്ചു മാറ്റിയെടുത്തത്. എന്നിട്ടോ അവരെ ജയിലിലേക്ക് അയക്കാൻ ഓർഡർ ഇട്ടു. അപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 128 കോടി രൂപ കട്ടുവെന്ന് നിങ്ങളുടെ പോലീസ് പറഞ്ഞ, അപ്പൊ ലോക്കൽ നേതാക്കന്മാര് അവര് ജയിലിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ മാഷെ? ഒരു കുഴപ്പവുമില്ല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്നുള്ള രീതിയിൽ എടുത്ത വായ്പയ്ക്ക് പുറമെ എടുക്കാത്ത വായ്പയ്ക്കും ബാധ്യതക്കാരനായ ഷാബു അധികൃതരുടെ കനിവ് തേടുന്നു. സഹകരണ മേഖലയിലെ ചതിയുടെ ഇടയാണ് താനെന്ന് തകർന്നു വീഴാറായ വീട്ടിലിരുന്ന് ഷാബു പറഞ്ഞു. എടുക്കാത്തൊരു വായ്പയുടെ പേരിൽ കണ്ടമാന യാതനകൾ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ഭാര്യയും മക്കളും. ഞാൻ അറിയാതെ മറ്റാരോ വായ്പ എടുത്തിട്ട് എൻ്റെ പേരിൽ കേസാക്കി എൻ്റെ സ്ഥലത്തിൻ്റെ കാശ് തട്ടിച്ചെടുക്കാനാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിൽ ജീവിക്കുന്ന തന്നെ ഒരു മരണ ഭയത്താലാണ് ഞാനും ഭാര്യയും മക്കളും. ഇത് നെടുപുഴ വട്ടപ്പിന്നി സ്വദേശി ഷാബുവിൻ്റെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അറിയാത്ത വായ്പയുടെ പേരിൽ കടക്കാരനാകേണ്ടി വന്ന ഷാബു, എടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാനാവാത്ത ഷാബുവിനാണ് എടുക്കാത്ത വായ്പയുടെ പേരിൽ ശക്തനിലെ സഹകരണ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നത്. ഇപ്പോൾ വീട് ജപ്തി ചെയ്ത അവസ്ഥയിലാണ്. വീടിൽ അറ്റകുറ്റപ്പണി പോലും നടത്താൻ സാധിക്കുന്നില്ല. മരണഭയത്തിലാണ് വീട്ടിൽ കഴിയുന്നത് ഷാബുവും കുടുംബവും. തൃശൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കൂർക്കഞ്ചേരി ശാഖയിൽ നിന്നും ഷാബു വായ്പയെടുത്തിരുന്നു. പക്ഷേ ജപ്തി നോട്ടീസ് ലഭിച്ചത് ഇതേ ബാങ്കിന്റെ ശക്തൻ ശാഖയിൽ നിന്നും. താനറിയാതെ തന്റെ സ്ഥലവും വീടും വെച്ച് എടുത്ത വായ്പയെക്കുറിച്ച് നീതി തേടി അലയുന്നതിനിടെ ഷാബുവിന്റെ വീടിന് മുന്നിൽ ബാങ്ക് ബോർഡ് സ്ഥാപിച്ചു. ബാങ്കിന്റെ തട്ടിപ്പിനെതിരെ നീതിപീഠങ്ങൾ കയറിയിറങ്ങുകയാണ് ഷാബു. കുടുംബത്തോടെ താമസിക്കുന്ന വീട് ഇപ്പോൾ വീഴാറായ സ്ഥിതിയിലാണ്. വീട്ടിൽ വൈദ്യുതിയില്ല. മഴയിൽ ചോരുന്ന വീട് അറ്റകുറ്റപ്പണി നടത്താൻ പോലുമാകാതെ അധികൃതരുടെ കനിവ് തേടുകയാണ് ഈ ഗൃഹനാഥൻ. ഞാൻ എടുക്കാത്ത വായ്പയുടെ പേരിൽ ചതിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. എനിക്ക് ഭാര്യയ്ക്കും മക്കൾക്കും ജീവൻ ഭീഷണിയില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാക്കിയെന്നാൽ ഉപകാരമായിരിക്കും. മരണഭയമില്ലാതെ വീട്ടിൽ ജീവിക്കാൻ സാധിക്കണമെന്നത് മാത്രമാണ് ഷാബുവിനെ പറയാനുള്ളത്. താൻ എടുക്കാത്ത വായ്പയുടെ പേരിൽ ചതിക്കപ്പെട്ടതിനെ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്ന് ഷാബു പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് കനത്ത മഴയിൽ ചെളിക്കുളമായി മാറി. ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണിട്ട് വർഷങ്ങളായെങ്കിലും കോർപ്പറേഷൻ അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന രാമനിലയം റോഡിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ഗ്രൗണ്ടാണ് പാടത്തിന് സമാനമായ രീതിയിൽ ചെളിക്കുളമായി കിടക്കുന്നത്. ചെറിയ ഒരു മഴ പെയ്താൽ സമീപത്തെ റോഡിൽ നിന്നടക്കമുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ ഗ്രൗണ്ടിലേക്കാണ്. കാലങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഗ്രൗണ്ടിലെ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ രാവിലെ നടക്കാനും കളിക്കാനുമായി വരുന്നവരും ഗ്യാലറിയുടെ അടിയിലെ കച്ചവടക്കാരുമെല്ലാം ഇതുമൂലം വലിയ ദുരിതമാണ് നേരിടുന്നത്. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഇതുവഴി റീജിയണൽ തിയേറ്റർ ഭാഗത്തേക്കും തിരിച്ചും നടന്നുപോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികർ തെല്ലൊന്നുമല്ല ദുരിതമനുഭവിക്കുന്നത്. ശരിയായ പരിപാലനമില്ലാതെ ഗ്രൗണ്ടിന്റെ മതിൽ തകർന്നു വീണിട്ട് കാലമേറെയായെങ്കിലും പുനർനിർമ്മിക്കാനോ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നടപ്പാത നവീകരിക്കാനോ ഇനിയും കോർപ്പറേഷൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അനാഥമായി കിടക്കുന്ന ഈ ഗ്രൗണ്ട് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കായിക പ്രേമികളുടെയും പൊതുജനത്തിന്റെയും ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതുമൂലം വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങൾ വലയുന്നു. പോക്കുവരവ്, നികുതി അടയ്ക്കൽ, ലൊക്കേഷൻ, പൊസഷൻ, തരമാറ്റം, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവരാണ് 2 മാസത്തിലേറെയായി വലയുന്നത്. ജീവനക്കാർ ഇല്ലാത്തതുമൂലം വില്ലേജ് ഓഫീസർ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ പരിശോധനകൾക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വില്ലേജ് ഓഫീസർക്ക് പുറത്തു പോകേണ്ടി വന്നാൽ വില്ലേജ് ഓഫീസ് അടച്ചിടേണ്ടി വരികയാണ്. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർക്ക് പോകാതിരിക്കാനും ആകാത്ത സ്ഥിതിയാണ്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസർ നേരിട്ട് തന്നെ പോകേണ്ടതുണ്ട്. ഇവിടെ 2 ജീവനക്കാരുണ്ടെങ്കിലും ഒരാൾ ലീവിലാണ്. സ്ഥലം മാറിപ്പോയ ജീവനക്കാരന് പകരം ഏപ്രിൽ 14 ഒരാളെ നിയമിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചുമതലയേറ്റിട്ടില്ല. ജീവനക്കാർ ഇല്ലാത്തതുമൂലം വില്ലേജ് ഓഫീസ് അടച്ചിടേണ്ടി വരുന്നത് റവന്യൂ മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തത് മൂലം ജനങ്ങൾ
ദൈനംദിന ആവശ്യങ്ങൾക്ക് വന്ന് കയറിയിറങ്ങേണ്ട സ്ഥിതിവിശേഷമാണ്. 2 മാസത്തിലേറെയായി ഈ പ്രശ്നം അവിടെയുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതാണ് പ്രശ്നം. ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഈ വിഷയം ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജൻ മിനിസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഇടപെടാമെന്നും ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കിഴക്കുംപാട്ടുകര, ചെമ്പൂക്കാവ്, പാട്ടുരായ്ക്കൽ, മുക്കാട്ടുകര, പെരിങ്ങാവ് തുടങ്ങിയ ഡിവിഷനുകൾ ഉൾപ്പെടുന്ന പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാക്കയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഗുരുവായൂരിലെ ഫാം ഫെഡ് തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏകോപിപ്പിക്കുന്നതിനായാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പുതുതായി 11 പരാതികൾ കൂടി ലഭിച്ചു. ഇതോടെ പരാതികളുടെ എണ്ണം 25ആയി. 1 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ തട്ടിച്ച പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഗുരുവായൂരിലെ പ്രമുഖ അഭിഭാഷകന്റെ 2 കോടി രൂപ നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. നിലവിൽ ലഭിച്ച പരാതി പ്രകാരം 10 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഗുരുവായൂർ, ചാവക്കാട്, വാടാനപ്പള്ളി മേഖലകളിൽ നിന്നായി 300ഓളം പേരാണ് ഇവിടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. നിക്ഷേപ തുക ഏകദേശം 60 കോടിയിലധികം വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടുതന്നെ പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ചാവക്കാട്, വാടാനപ്പള്ളി മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് ദേശീയപാത 66 സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ലഭിച്ച തുകയാണ് നിക്ഷേപമായി സ്വീകരിച്ചിരിക്കുന്നത്. ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫാം ഫെഡ് ചെയർമാനും MDയും തിരുവനന്തപുരത്ത് റിമാൻഡിലാണ്. FIR രജിസ്റ്റർ ചെയ്തു തുടങ്ങിയതോടെ ടെമ്പിൾ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കും. അതേസമയം അടച്ചുപൂട്ടിയിരുന്ന റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ബ്രാഞ്ച് തുറന്നു. നിക്ഷേപകർ ഈ ബ്രാഞ്ചിലെത്തി ബഹളം വെച്ചു. ഗുരുവായൂർ ബ്രാഞ്ചിലെ 10ഓളം ജീവനക്കാരും ബന്ധുക്കളും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവരും തട്ടിപ്പിന് ഇരയായെന്നാണ് പറയുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് മുൻ MLA അനിലക്കര ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി. പരാതി സംബന്ധിച്ച് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരോട് വിശദീകരണം തേടി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി MLA ആയിരിക്കുമ്പോൾ തൃശൂർ കുറ്റിപ്പുറം റോഡ് പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചപ്പോൾ പുഴയ്ക്കലിൽ പുതിയതായി നിർമ്മിച്ച പുതിയ പാലവും അതിന് സമാന്തരമായി അമ്പലത്തോട് ചേർന്ന പാലവും നിലനിർത്തുന്നതിന് തീരുമാനിച്ചിരുന്നു. അമ്പലത്തിനോട് ചേർന്ന പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി PWD ബ്രിഡ്ജസ് വിഭാഗം ടെൻഡർ ചെയ്തതിനാലായിരുന്നു ഈ തീരുമാനം. അതിനാൽ KSTP ഇപ്പോൾ നടത്തുന്ന പ്രവൃത്തിയിൽ ഈ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെട്ടിട്ടില്ല. PWDയുടെ ടെൻഡർ നടപടിയും പൂർത്തിയായിട്ടില്ല. പാലം നിലവിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ താഴ്ന്ന നിലയിലാണ്. ബെയറിംഗ് പൂർണ്ണമായും നശിച്ചു. ഈ പ്രവൃത്തി പൂർത്തിയാക്കാതെ പുതിയ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചാൽ റോഡിന്റെ ലെവൽ പൂർണ്ണമായും തെറ്റുകയും വീണ്ടും പാലം നിർമ്മിക്കുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ 3 വർഷമുണ്ടായ ഗതാഗതക്കുരുക്ക് ആവർത്തിക്കുകയും ചെയ്യും. ഈ സാഹചര്യം ഒഴിവാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും തൃശൂർ നഗരത്തിലെ സ്കൂളുകളുടെ പരിസരത്തുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. നഗരത്തിലെയും പരിസരങ്ങളിലെയും പല നടപ്പാതകളും തകർന്നു കിടക്കുന്നതിനാൽ ദുരിതയാത്രയാണ് കുട്ടികളെ കാത്തിരിക്കുന്നത്.
തൃശൂർ തേക്കിങ്കാട് മൈതാനിയിലെ വാട്ടർ ടാങ്കുകളിലേക്ക് പീച്ചിൽ നിന്നുള്ള പുതിയ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിലേക്ക് എത്തുന്നവർക്ക് ദുരിതമായി മാറുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചുവെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും പൈപ്പിടൽ പൂർത്തിയായിട്ടില്ല. പൈപ്പിട്ട് മൂടിയ സ്ഥലങ്ങളിൽ മെറ്റലുകൾ ഇളകിക്കിടക്കുകയാണ്. ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡ്, മൈലിപ്പാടം, ചെമ്പുകാവ് PWD റെസ്റ്റ് ഹൌസ് റോഡ്, സേക്രഡ് ഹാർട്ട് സ്കൂൾ പരിസരം, സെന്റ് മേരീസ് കോളേജ് പരിസരം, രാമവർമ്മ പാർക്ക് പരിസരം എന്നിവിടങ്ങളിലെല്ലാം റോഡ് തകർന്ന മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ജൂൺ 2 സ്കൂൾ തുറക്കുമ്പോൾ നവാഗതരായ കുരുന്നുകൾ അടക്കമുള്ള കുട്ടികളെ കാത്തിരിക്കുന്നത് ഈ ദുർഘട പാതയാണ്. പൂരത്തിനു മുന്നേ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പണികളാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത്. നടപ്പാതകളാകട്ടെ പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ടും അധികൃതർ ഇതൊന്നും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിക്ക് സമീപം നടപ്പാതയുടെ ഇരുവശത്തുമുള്ള സ്ലാബുകൾ തകർന്നു കിടക്കുകയാണ്. മോഡൽ ബോയ്സ് സ്കൂളിന് മുന്നിലെ നടപ്പാതയിലെ സ്ലാബിന് മുകളിൽ കോൺക്രീറ്റ് ബീമുകൾ വാർത്തിട്ടിരിക്കുന്നതിനാൽ കുട്ടികളടക്കമുള്ള കാൽനട യാത്രികർ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അടിയന്തരമായി റോഡുകളുടെയും നടപ്പാതകളുടെയും ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളടക്കമുള്ള പൊതുജനത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 34 വീടുകൾ ഭാഗികമായി തകർന്നു. 2 താലൂക്കുകളിലായി 6 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഊരകം ALP സ്കൂൾ, മുല്ലശ്ശേരി GHSS എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ചുഴലിക്കാറ്റിൽ മരങ്ങൾ വീണു, ആളപായമില്ല. തൃശൂർ കിഴക്കേക്കോട്ടയിലെ കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് കാറ്റത്ത് വീഴാറായ സ്ഥിതിയിലായത് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ 2 ദിവസം മുൻപ് മഴയിൽ ഭാഗികമായി തകർന്നു വീണ കെട്ടിടം അല്പസമയത്തിനകം പൊളിച്ചു നീക്കും. കുറുപ്പൻ റോഡിലെ മനോരമ കെട്ടിടമാണ് കോർപ്പറേഷന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ പൊളിച്ചു നീക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ കാലപ്പഴക്കം ചെന്ന 271 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നതാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട 4 കെട്ടിടങ്ങൾ കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ നിലംപതിച്ചിരുന്നു. വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് കോർപ്പറേഷൻ പരിധിയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പഴയ കെട്ടിടങ്ങളുടെ ഉടമകൾ തന്നെ സ്വമേധയാ കെട്ടിടം പൊളിച്ചുമാറ്റി മാതൃക കാണിക്കണമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. എടവിലങ്ങ് കാര പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പത്തോട് വഴി വലിയ തോതിൽ കടൽ കയറുന്നു. അറപ്പത്തോടിന് സമീപം താമസിക്കുന്ന 2 കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. ചുള്ളിപ്പാടത്ത് അബു, കൂട്ടുങ്ങൽ സീനത്ത് എന്നിവരുടെ വീടുകളിൽ കടൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. അറപ്പത്തോട് പാർശ്വഭിത്തി കെട്ടുകയാണ് പ്രശ്നത്തിനുള്ള പരിഹാരം. താൽക്കാലികമായി മണൽച്ചാക്ക് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറന്നില്ല. ജനങ്ങൾ ആശങ്കയിൽ. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന അറിയിപ്പുകളുടെ സാഹചര്യത്തിൽ തടയണയുടെ ഷട്ടറുകൾ തുറന്ന് ഉണ്ടായിരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാമായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. മുൻ വർഷങ്ങളിൽ മഴ ശക്തമാകുന്നതിന് മുൻപ് തടയണയുടെ ഷട്ടറുകൾ തുറന്നിരുന്നു. 2018 പ്രളയത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തടയണ തുറന്നതിനാൽ വലിയ തോതിൽ കരയിലേക്ക് വെള്ളം കയറിയില്ല. എന്നാൽ ഇത്തവണ തടയണ തുറക്കുന്നതിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. ഒഴുക്ക് ശക്തമായതിനാൽ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ചെറുതുരുത്തി. മലക്കപ്പാറ ആനക്കയം റോഡിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞിട്ടു. അരമണിക്കൂറോളം വാഹനങ്ങൾക്ക് വഴിയിൽ കിടക്കേണ്ടി വന്നു. വലിയ പിടിയാനയാണ് ആനക്കയത്തെ വളവിൽ നിലയുറപ്പിച്ചത്. പിന്നീട് ഈറ്റേക്കാട്ടിലേക്ക് കയറിപ്പോയി. ദേശീയപാത പട്ടിക്കാട് മുടിക്കോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. പീച്ചി മയിലാടുംപാറ സ്വദേശി കുണ്ടുപാറ വീട്ടിൽ 24 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അഴീക്കോട് കടപ്പുറത്ത് ചാക്കുകളും ടിന്നുകളും അടിഞ്ഞു. കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലേതാണെന്ന് സാധനങ്ങൾ സംശയിക്കുന്നു. 3 ചാക്കുകളിലായി തേയിലയും പാൽപ്പൊടി ടിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പെയിന്റ് ബക്കറ്റും കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
തൃശൂർ പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ 25ാം വാർഷികാഘോഷവും പാറമേക്കാവ് രാജപ്പൻ മാരാർക്കുള്ള വീരശൃംഖല സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന കലാക്ഷേത്രത്തിന്റെ വാർഷികാഘോഷം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ വിവിധ മേളവാദ്യ കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകൾ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമർപ്പിക്കും. വീരശൃംഖല സമർപ്പണ സദസ്സ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പരിപാടികളുടെ ഭാഗമായി പ്രഭാഷണം, ഇരട്ടത്തായമ്പക, പഞ്ചാരിമേളം എന്നിവയും അരങ്ങേറുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി പി വി നന്ദകുമാർ, പ്രോഗ്രാം ജനറൽ കൺവീനർ വി നന്ദകുമാർ, ഭരണസമിതി അംഗം സന്തോഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കടലിൽ മറിഞ്ഞ MSC എൽസ എന്ന ചരക്ക് കപ്പലിലുണ്ടായിരുന്ന PHA എന്ന ഇന്ധനവസ്തു കഴിച്ച മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് കേരള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഗ്യാസ് ഓയിൽ കടലിൽ വീഴുമ്പോൾ കടലിൽ ലയിക്കുകയല്ല, കടലിൽ പരക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏത് ഇന്ധനവും അങ്ങനെ തന്നെയാണ്. ഇത് പരക്കുന്ന സമയങ്ങളിൽ കടലിൽ തന്നെ ബാഷ്പീകരിച്ച് പോകുന്നതിനാൽ അതിന്റെ വീര്യം ഇല്ലാതാവുകയും പേടിക്കേണ്ടതായ സാഹചര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ദ്രാവകങ്ങൾ മൂലം മാരകരോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുൻകാലങ്ങളിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരം ഇന്ധനങ്ങൾ കടലിൽ ഒഴുകി നടന്നാൽ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ആ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുകയാണ് പതിവെന്നും മത്സ്യങ്ങൾ ഭക്ഷിച്ചാൽ മാരകരോഗം വരുമെന്നുള്ള പ്രചരണം തെറ്റാണെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഭാരവാഹികൾ പറഞ്ഞു. കാനനിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ റോഡിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം വീടുകൾക്ക് സമീപം അടിഞ്ഞുകൂടിയതോടെ ദുരിതം അനുഭവിക്കുകയാണ് മരത്താക്കര അവന്യ റോഡിലെ വീട്ടുകാർ. ഡ്രെയിനേജ് ഇല്ലാത്ത റോഡിൽ മഴ ശക്തമായതോടെ നിറയെ മാലിന്യമാണ് വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്നത്. വർഷങ്ങളായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയിരുന്നത്. അടുത്തിടെ സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയതോടെ വെള്ളം പറമ്പിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിലും മാലിന്യങ്ങൾ മതിലിനു ചുറ്റും അടിഞ്ഞുകൂടിയ നിലയിലാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള 30ഓളം വീട്ടുകാർ മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടിയിട്ടും പുത്തൂർ പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നാഷണൽ അവന്യൂ റോഡാണ്. അവിടെ ഇപ്പോഴും മാലിന്യ പ്രശ്നം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. 21ാം വാർഡിൽ നിന്നുള്ള മാലിന്യവും വെള്ളവും 21ാം വാർഡ് വഴി കനാലിലേക്ക് ഒഴുക്കുന്ന സംവിധാനം ഈ കൊല്ലം പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. മഴ നന്നായി കൂടുമ്പോൾ വെള്ളം തള്ളി വീട്ടിലേക്ക് കയറുകയും വീട് ഇടിഞ്ഞു വീഴാനുള്ള ഭീതി വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സമീപത്തെ പൊതുമരാമത്ത് റോഡിൽ കാന നിർമ്മിച്ച് മഴവെള്ളം ഒഴുക്കിവിടാൻ നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞുമാറുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വീടുകൾക്ക് മുന്നിൽ ഒഴുകിയെത്തിയതോടെ രോഗങ്ങൾ പകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV പുതുക്കാട്. അവയൂരിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കപ്പളങ്ങാട്ട് വീട്ടിൽ 17 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ചാവക്കാട് രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ 2ാം ദിനമായ ബുധനാഴ്ച ദേശീയ സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സെമിനാർ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ദിനേശൻ പുത്തലത്ത്, CPI ML റെഡ് ഫ്ലാഗ് സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ എന്നിവർ പ്രഭാഷണം നടത്തി. KG ശിവാനന്ദൻ, TK സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണത്തിന്റെ വേദിയായിരുന്ന കാര്യം ബ്രിട്ടീഷ് നടത്തിയ ഗൂഢാലോചനയുടെ മറ്റൊന്നായ
ഭൂമിക്കും മനുഷ്യനും വേണ്ടി ജീവിച്ച വലിയ കർമ്മചാരിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാറിന്റെ 5ാമത് അനുസ്മരണ സമ്മേളനം വീരസ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയുടെ സുരക്ഷിതത്വത്തെപ്പറ്റിയും ശുദ്ധിയെക്കുറിച്ചും MP വീരേന്ദ്രകുമാറിന് വലിയ ചിന്തകളുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തനത്തിന്റെയും മുന്നിലാണ് അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ സ്ഥാനമെന്നും C. രാധാകൃഷ്ണൻ പറഞ്ഞു. അമ്പരപ്പിക്കുന്ന വൈവിധ്യമാണ് MP വീരേന്ദ്രകുമാർ ഇടപെട്ട മേഖലകൾക്കുള്ളതെന്നും സമന്വയത്തിന്റെ വസന്തം എന്ന ആശയം അദ്ദേഹം എന്നും പങ്കുവച്ചിരുന്നുവെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സാറ ജോസഫ് പറഞ്ഞു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജീൻ മൊറേലി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ MP TN പ്രതാപൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, ഫാദർ ഡോക്ടർ പോൾ പൂത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിൽക്കുകയില്ലാത്ത തീരുമാനങ്ങളെ രാഷ്ട്രീയ കക്ഷികളുടെയും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പ്രകൃതി ദുരന്തത്തിലും ഉപരോധത്തിലും പ്രയാസപ്പെടുന്ന ക്യൂബയെ സഹായിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പൊരുതുന്ന ക്യൂബയോടൊപ്പം എന്ന പേരിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. കിഴക്കേക്കോട്ടയിൽ നടന്ന സദസ്സ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുകന്യ ബൈജു, ഫസീല തരകത്ത്, ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്, ട്രഷറർ KS സെന്തിൽകുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദ് പള്ളിയിൽ, സാംസ്കാരിക പ്രവർത്തകൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, അഭിനേതാവ് TD പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രളയത്തിലും പഠിക്കാതെ പ്രതീക്ഷിച്ചതിലും നേരത്തെ കാലവർഷമെത്തിയതോടെ പകർച്ചവ്യാധി ഭീഷണിയിൽ കേരളം. മഴക്കാലപൂർവ്വ ശുചീകരണം പാളി. മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചു. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഈ മാസം 700 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഇതിൽ 7 പേർ മരിച്ചു. എലിപ്പനി 149 പേർക്ക് ബാധിച്ചതിൽ 8 പേർ മരിച്ചു. പകർച്ചപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അസുഖബാധിതരുടെ എണ്ണമേറുമ്പോൾ വരും നാളുകൾ ആശങ്കയുടേതാണ്. വൃത്തിയാക്കാത്ത ഓടകൾ മഴ പെയ്തപ്പോൾ കരകവിഞ്ഞതോടെ പകർച്ചവ്യാധി ഭീഷണി ഏറി. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമലർത്തിയതോടെയാണ് ശുചീകരണം മുടങ്ങിയത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ എന്നിവ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേക സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വകഭേദം വന്ന കൊറോണ വൈറസ് വ്യാപനം കൂടിയായപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഭീതിയിലാണ്. ഫണ്ടിന്റെ അപര്യാപ്തതയും ദീർഘവീക്ഷണമില്ലാതെ കാലവർഷ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച വരുത്തിയതും സംസ്ഥാനത്തെ രോഗപ്രതിരോധ നടപടികൾക്ക് തിരിച്ചടിയാകും. PCV തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. നന്ദിക്കര സ്വദേശി പുത്താടൻ വിനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നെല്ലായിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച 3 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി രായമംഗലം സ്വദേശികളായ പള്ളത്ത് കിഴക്കേതിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, വേങ്ങപ്പറമ്പിൽ വീട്ടിൽ ശ്രീജിത്ത്, എറണാകുളം പറവൂർ പുത്തൻ കടപ്പുറം ദേശത്ത് നിവാസ് വീട്ടിൽ വിപിൻ ദാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നെല്ലായിലുള്ള വർക്ക്ഷോപ്പിന് മുൻപിൽ റിപ്പയറിംഗിനായി സൂക്ഷിച്ചിരുന്ന ബൈക്കുകളാണ് മോഷണം പോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബൈക്കുകൾ പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടുപോയതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊടകര സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ ബിനോയ് മാത്യു, ASI ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനോ വർഗീസ്, ഡെനിൻ, ദിലീപ് കുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇരിങ്ങലക്കുടയിൽ പാമ്പ് കടിയേറ്റ് യുവതി മരിച്ചു. തട്ടിൽ പീറ്ററിന്റെ മകൾ 28 വയസ്സുള്ള ഹെന്നോ ഷാരോണാണ് മരിച്ചത്. കുറാഞ്ചേരിയിലെ സ്വകാര്യ മാനസികാരോഗ്യ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റായിരുന്നു ഹെന്ന. മാങ്ങ പറിക്കുന്നതിനിടയിൽ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വെട്ടുകാട് സ്വദേശി മങ്കുടിയൻ ചാർലിയുടെ ഭാര്യ 42 വയസ്സുള്ള ബിന്ദുവാണ് മരിച്ചത്. 2 ദിവസം മുൻപായിരുന്നു അപകടം. എളന്തുരുത്തിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. തൃശൂർ രാഗം തിയേറ്റർ തുടരും സിനിമയുടെ 1 ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചു. ചരിത്രത്തിലാദ്യമായാണ് ഒരു സിംഗിൾ തിയേറ്ററിൽ ഒരു സിനിമയുടെ 1 ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിൽക്കുന്നതെന്ന് രാഗം പ്രൊപ്പറേറ്റർ AK സുനിൽ പറഞ്ഞു.
എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ 70mm തിയേറ്ററായ തൃശൂർ രാഗം തിയേറ്ററാണ് ഒരു സിനിമയുടെ 1 ലക്ഷത്തിലധികം ടിക്കറ്റ് വിറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. ഇതുവരെയും ഒരു പടത്തിനും 1 ലക്ഷം ടിക്കറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ആ ലക്ഷ്യം നേടാൻ സാധിച്ചതിന് പിന്നിൽ രാഗം ഫാൻസ് ആണെന്നും രാഗം പ്രൊപ്പറേറ്ററും സിനിമാ നിർമ്മാതാവുമായ AK സുനിൽ പറഞ്ഞു. ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ 1 ലക്ഷം ടിക്കറ്റുകൾ ഒരു സിനിമയ്ക്ക് വേണ്ടി, അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ചയ്ക്കാണ് മാക്സിമം പടങ്ങൾ നിൽക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 1 ലക്ഷം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണയിലും കവിഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുള്ള ഒരു സംഭവം. നമ്മുടെ രാഗത്തിൻ്റെ ഫാൻസിനോടും ഈ സിനിമയുമായിട്ട് സഹകരിച്ച് രാഗം തിയേറ്ററിനോട് സ്നേഹിച്ച് നിന്ന എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും രാഗം തിയേറ്ററിനും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചക്കമേള ശ്രദ്ധ നേടുന്നു. മേളയുടെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ചക്ക കൊണ്ടുണ്ടാക്കിയ ഒട്ടേറെ വിഭവങ്ങളുടെ കലവറയാണ് മേള. വിവിധ തരത്തിലുള്ള ചക്കകളുടെ പ്രദർശനവും വിപണനവും നടത്തുന്നുണ്ട്. ഒല്ലൂക്കര ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ മേളയിൽ പ്രവർത്തിക്കുന്നു. വിവിധ തരത്തിലുള്ള ചക്ക മിഠായി, ചക്ക പായസം, ഹൽവ, ചക്ക വറവ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ നീരയുടെ പ്രദർശനവും വിപണനവുമുണ്ട്. ഉദ്ഘാടന വേദിയിൽ പ്ലാവ് ഉത്ഭവം മുതൽ വിപണനം വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫഷണൽസ് PB പുഷ്പലത, കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഹുസൈൻ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി പോട്ടയിൽ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവിലശ്ശേരി താണിശ്ശേരി സ്വദേശി കുടിയൻ വീട്ടിൽ ജോമോനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പോട്ട സ്വദേശി ചെങ്ങിനിമറ്റം വീട്ടിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് ഇയാൾ ഫോൺ മോഷ്ടിച്ചത്. ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിൽ ദേശീയപാതയിൽ കഞ്ചാവുമായി നിന്നിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പലൂർ മണ്ണമ്പേട്ട സ്വദേശി കൊടിയഴുകത്ത് വീട്ടിൽ അനുലാലിനെയാണ് കൊരട്ടി SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,708 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. കരുവന്നൂർ കേസിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ EDയുടെ കുറ്റപത്രം രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് ചെളിക്കുളമായി മാറി. കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ അധികൃതർ. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പെരിങ്ങാവ് വില്ലേജ് ഓഫീസ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ഓഫീസ് അടച്ചിടേണ്ട സ്ഥിതിയിൽ. ഗുരുവായൂരിലെ ഫാം ഫണ്ട് നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. തട്ടിപ്പിനിരയായത് ഗുരുവായൂർ, ചാവക്കാട്, വാടാനപ്പള്ളി മേഖലകളിൽ നിന്നുള്ള 300ഓളം പേർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത നിർമ്മാണത്തിലെ അപാകത മുൻ MLA അനിൽ അക്കര ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ തൃശൂർ നഗരത്തിലെ സ്കൂളുകൾക്ക് സമീപത്തെ റോഡുകൾ ശോചനീയാവസ്ഥയിൽ. പൈപ്പ് ലൈന് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണി എങ്ങുമെത്തിയില്ല. ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 34 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മിന്നൽ ചുഴലി. ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറക്കാത്തതിനാൽ പ്രദേശവാസികൾ ആശങ്കയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.